ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് 31 സങ്കീർത്തനം അതിൻ്റെ 12 വാക്യമാണ്. മരിച്ചുപോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു, ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ദാവീദിൻ്റെ വാക്കുകളാണ് നാം ഇവിടെ വായിച്ചത്. 40 വർഷം ഇസ്രായേലിന് രാജാവായിരുന്ന ദാവീദ് രാജാവ് ഇവിടെ പറയുകയാണ്, മരിച്ചു പോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു, ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. 2 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ ആ വേദന, ദാവീദ് കടന്നു പോകുന്ന ആ പ്രതികൂലത്തിൻ്റെ ആ പ്രശ്നത്തിൻ്റെ ആഴം, ആ വേദനയുടെ ആഴം നമുക്ക് ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ ഹൃദയത്തിൻ്റെ വേദന അത്രമാത്രമാണ്. ഒരു ഹൃദയം വേദനിക്കുന്നതിൻ്റെ മധ്യത്തിലാണ് ഇങ്ങനെ വാക്കുകൾ പറയുവാൻ ഇടയായിത്തീരുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആമേൻ, മറ്റുള്ളവരുടെ മുൻപിൽ ആമേൻ ചിരിക്കുമ്പോഴും ഒന്നുമില്ല എന്ന് പറയുമ്പോഴും ഹൃദയം കാണുന്ന, ഹൃദയം അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ 13 വാക്യത്തിൽ നാം വായിക്കുകയാണെങ്കിൽ ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ ദാവീദ് പറയാണ്, ചുറ്റും ഭീതി എന്ന അപസ്തുതി ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു. അവർ എനിക്ക് വിരോധമായി കൂടി ആലോചന ചെയ്തു, എൻ്റെ ജീവനെ എടുത്തു കളയുവാൻ നിരൂപിച്ചു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ചുറ്റും ശത്രുക്കളാണ്, ചുറ്റും പ്രതികൂലങ്ങളാണ്, പ്രതിസന്ധികളാണ്. മരിച്ചുപോയവനെ പോലെ മറന്നു കളഞ്ഞ അവസ്ഥ ജീവിതത്തിൽ വന്നു. ഉടഞ്ഞ പാത്രം പോലെ ആയ അവസ്ഥ വന്നു. അനേകരുടെ ക്രൂര വാക്കുകൾ, അനേകരുടെ ആ അപശ്രുതികൾ കേട്ടപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഹൃദയത്തിൽ വേദന സഹിക്കുവാൻ വയ്യാതെ ആമേൻ അവിടെ പറയുകയാണ്, മരിച്ചു പോയവനെ പോലെ ഞാൻ ആയിരിക്കുകയാണ്, എൻ്റെ ഹൃദയം ഉടഞ്ഞ ഒരു പാത്രം പോലെയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, മറ്റുള്ളവരുടെ പീഡനങ്ങളുടെ മധ്യത്തിൽ, മറ്റുള്ളവരുടെ ആകാത്ത വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനുണ്ടാകുന്ന വേദന അതികഠിനമാണ്. എന്നാൽ ഇത് ഹല്ലേലൂയ ദാവീദ് രാജാവ് വേറെ ആരോടുമല്ല പറഞ്ഞത്, തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ തന്നെ അറിയുന്ന ദൈവത്തോട്, തൻ്റെ സൃഷ്ടികർത്താവായ ദൈവത്തോടാണ് പറഞ്ഞിരിക്കുന്നത്. ആ സർവശക്തനായ ദൈവം സകലതും അറിയുന്ന ദൈവമാണ്. സ്തോത്രം. ആ ദൈവത്തോട് പറയുകയാണ്, മരിച്ചുപോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു, ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ഈ മരുഭൂമി യാത്രയിൽ ജീവിക്കുമ്പോൾ അനേക പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കാം. ആമേൻ, നമ്മെ സകലരും മറന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരാം. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, നമ്മെ ആരും ഓർക്കാതെ ഇരിക്കുന്ന അവസരങ്ങൾ ഉണ്ടായേക്കാം, നമ്മെ ഉപേക്ഷിച്ച് കളയുന്ന അവസരങ്ങൾ തോന്നിയേക്കാം. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ഒരു കാര്യം ഓർക്കണം. ഉടച്ചിലിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ആമേൻ നടുവിൽ സ്തോത്രം, ആ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ സ്തോത്രം, ദൈവം നമ്മെ മറന്നു കളയുന്ന ദൈവമല്ല. ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ ഉടയവനാണ്. അവന് സകലതും കാണുവാനും അറിയുവാനും സാധിക്കും. സ്തോത്രം. നമ്മുടെ ദൈവം നമ്മുടെ സങ്കേതമായി, നമ്മുടെ ബലമായി, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ട് അവൻ നമ്മോട് കൂടെ ഇരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നാം വായിക്കുന്നു, വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു, യെരൂശലേമ്യരായ സിയോൻ നിവാസികളെ, നിങ്ങളിനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട, നിങ്ങളുടെ കരച്ചിലിന് മുൻപിൽ നിശ്ചയമായിട്ട് എനിക്ക് കരുണ തോന്നും. സ്തോത്രം. ആ ദൈവം നമ്മോട് കരുണ കാണിക്കുവാനായിട്ട് ഇടയായിത്തീരും. നാം എബ്രായ ലേഖനം വായിക്കുമ്പോൾ 13 അധ്യായത്തിൽ അവിടെ പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് നമ്മുടെ ദൈവം അരുളി ചെയ്തിരിക്കുന്നു.
തീരുന്നു. സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദാവീദ് എന്ന വ്യക്തിയെക്കുറിച്ച് നാം നോക്കുമ്പോൾ തൻ്റെ ഭവനത്തിൽ ദാവീദിനെ അപ്പനും അമ്മ പോലും ഓർക്കാത്ത നിമിഷമുണ്ടായിരുന്നു. താൻ കാട്ടിൽ ഒറ്റപ്പെട്ട് ആടുകളോട് കൂടെ ആയിരുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു. സ്തോത്രം. തണുപ്പും വെയിലും ശീതവും ഉഷ്ണവും ഒക്കെ അടിച്ച് ഹാലേലുയ അനുഭവിച്ച കഴിഞ്ഞ കാലങ്ങൾ, ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ, ഉടച്ചിലുകൾ, ഉടഞ്ഞ പാത്രം പോലെ ആയിരുന്ന അവസരങ്ങൾ വന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം കർത്താവ് കൂടെയിരുന്ന് അനുഗ്രഹിക്കപ്പെട്ട അനേക സങ്കീർത്തനങ്ങൾ നമുക്ക് വേണ്ടി, ആമേൻ, ഈ ലോകത്തിലെ ദൈവ മക്കൾക്ക് വേണ്ടി എഴുതുവാൻ തക്കവണ്ണം ദാവീദിനെ ദൈവം ഉയർത്തി, ദാവീദിനെ ദൈവം ശക്തീകരിച്ചു. സ്തോത്രം. ഹാലേലുയ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ഈ ഉടച്ചലിലൂടെ കടന്നു പോകുമ്പോൾ, നാം ഈ ഒറ്റപ്പെടലുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ ദൈവം പണിതെടുക്കുകയാണ്. എന്തിനു വേണ്ടി? അനേകർക്ക് നാം ആശ്വാസമായി തീരുവാൻ, അനേകർക്ക് നാം തണലായി തീരുവാൻ, അനേകരെ നാം ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ പണിതെടുക്കുകയാണ്. സ്തോത്രം. ഹാലേലുയ. ശമൂവേൽ പ്രവാചകൻ യിശ്ശായിയുടെ വീട്ടിൽ വന്നപ്പോൾ അപ്പനും അമ്മയും മറന്നുപോയപ്പോൾ ഉടയവൻ, ഹാലേലുയ, ദാവീദിനെ ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ ദാവീദിനെ ദൈവം തൻ്റെ സഹോദരന്മാരുടെ മധ്യത്തിൽ വെച്ച്, ആമേൻ, തന്നെ അഭിഷേകം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ദാവീദിനെ രാജാവാക്കുവാനായിട്ട്, ആമേൻ, ദാവീദിനെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ഹൃദയം തകരുമ്പോൾ, അപ്പനും അമ്മയും നമ്മെ മറന്നല്ലോ എന്ന് നാം ചിന്തിക്കുമ്പോൾ, ആമേൻ, ആ സഹോദരങ്ങളെല്ലാം എന്നെ ഉപേക്ഷിച്ചല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ, അതിൻ്റെ മധ്യത്തിൽ, സ്തോത്രം, സൃഷ്ടികർത്താവായ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. ഹാലേലുയ. നാം യിരെമ്യാ പ്രവചനത്തിലൂടെ നോക്കുകയാണെങ്കിൽ ആ കുശവൻ്റെ ആലയിലേക്ക്, ആമേൻ, യിരെമ്യാവിനെ ദൈവം കൊണ്ടുപോയി. സ്തോത്രം. അവിടെ വെച്ച് ദൈവം, ആമേൻ, യിരെമ്യാവിനെ ചിലത് പഠിപ്പിച്ചു. താൻ കടന്നുപോയ പ്രതികൂലം അതികഠിനമായിരുന്നു. തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി, തൻ്റെ സ്വന്തം ജനങ്ങൾ തന്നെ ആക്രമിച്ചു. തന്നെ, ഹാലേലുയ, ആമേൻ, ആ കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോയപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ച യിരെമ്യാവിനെ ദൈവം ചിലത് പഠിപ്പിച്ചു. എന്തുവാണ് പഠിപ്പിച്ചത്? കുശവൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു, ഹാലേലുയ, പാത്രം കുശവൻ്റെ കയ്യിൽ, സ്തോത്രം, അത് തകർന്നു പോകുവാനായിട്ട്, ഉടഞ്ഞു പോകുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ആ നല്ല കുശവൻ, സ്തോത്രം, ആ പൊട്ടിപ്പോയ പാത്രത്തെ കളയാതെ ആ ചെളി ഹാലിൽ ഒന്നുകൂടെ കുഴച്ചിട്ട് തൻ്റെ ഇഷ്ടപ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പാത്രം അതിൽ നിന്ന് ഉണ്ടാക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ മരുഭൂമി യാത്രയിൽ കഷ്ടതകളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, ഉടച്ചലുകളുണ്ട്, തകരപ്പെടുന്ന അവസ്ഥകളുണ്ട്. എന്നാൽ, സ്തോത്രം, നല്ല കുശവനാകുന്ന കർത്താവ്, ആമേൻ, നമ്മെ മെനഞ്ഞ കർത്താവിനറിയാം നാം കടന്നു പോകുന്ന അവസ്ഥകളിൽ എവിടെയാണ് ഉലച്ചിൽ, എവിടെയാണ് ഉടച്ചിൽ കണ്ടതെന്ന്. എന്നാൽ ആ കർത്താവ് നമ്മെ ആ കരങ്ങളിൽ, ആമേൻ, പണിയുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട്, സ്തോത്രം, പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം കഷ്ടത വരുമ്പോൾ നാം ഹാലിൽ പിറുപിറുക്കുന്നവരായി തീരരുത്. ഉടയുന്നെന്ന് തോന്നുന്ന അവസരത്തിൽ കർത്താവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലണം. ആ പാദപീഠത്തിൽ ഇരുന്നൊന്ന് കരയുമ്പോൾ അവൻ നമ്മെ പണിതെടുത്ത് നല്ല മാനപാത്രമാക്കി തീർക്കുവാനായിട്ട് ഇടയായിത്തീരും. 88-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്. സങ്കീർത്തനക്കാരൻ അവിടെ പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, എൻ്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു, കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു, ഞാൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെയാകുന്നു, ശവക്കുഴിയിൽ കിടക്കുന്ന ഹതന്മാരെ പോലെ എന്നെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഹാലേലുയ, നമ്മെക്കുറിച്ച് അനേകരും പലതും പറഞ്ഞിരിക്കാം. സ്തോത്രം.
സ്തോത്രം. നാം പാതാളത്തോട് സമീപിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ തള്ളിക്കളഞ്ഞേക്കാം, നമ്മെ ഉപേക്ഷിച്ചേക്കാം. എന്നാൽ സ്തോത്രം, അതിൻ്റെ മധ്യത്തിൽ ഹാലേലുയ നമ്മെ പണിതെടുക്കുന്ന ഒരു നല്ല കുശവൻ നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ കയ്യിലെ ഇണങ്ങിയ ആയുധങ്ങളാക്കി ആ ദൈവം നമ്മെ മാറ്റിയെടുക്കും. സ്തോത്രം, ഹാലേലുയ. ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങൾ എഴുതുവാൻ ഇടയായി തീർന്നത്. കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾ അത് വായിച്ചു ബലപ്പെടുവാനും ധൈര്യപ്പെടുവാനുമായിട്ട് ഇടയായി തീരുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം കഷ്ടതയിലൂടെ കടന്നു പോകുന്നത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കും. സ്തോത്രം, ഹാലേലുയ. നമ്മെ ദൈവം ഒരിക്കലും മറന്നു കളയുകയില്ല. സ്തോത്രം, ദൈവം നമ്മെ ഹാലേലുയ അപ്പൻ്റെ കയ്യിലെ ഇണങ്ങിയ ആയുധമാക്കി തീർക്കും. നാം അവൻ്റെ കയ്യിൽ വരച്ചിരിക്കുകയാണ്. സ്തോത്രം, നാം താണു പോകത്തില്ല, നാം വീണു പോകുകയില്ല. സ്തോത്രം, മരിച്ചവനെ പോലെ ആയെന്ന് തോന്നുന്ന അവസ്ഥകൾ ഉണ്ടായേക്കാം, ഉടഞ്ഞ പാത്രമാണെന്ന് തോന്നുന്ന അവസ്ഥകൾ ഉണ്ടായേക്കാം. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ അനുഗ്രഹത്തോടെ ഹാലേലുയ പുറത്തു വരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം, പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം ഈ ഭൂമിയിൽ നശിച്ചു പോകുവാനുള്ളവരല്ല. കർത്താവിനോടൊപ്പം നിത്യതയിൽ യുഗായുഗങ്ങൾ നാം വാഴേണ്ടവരാണ്. അതുകൊണ്ട് ആ ദൈവത്തിൽ നാം ആശ്രയിക്കുന്നവരായി തീരണം. ബലമുള്ളവനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കണം. ദാവീദിനെ പോലെ കടന്നുപോയി ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് യാചിക്കുവാനും കർത്താവിനോട് പറയുവാനുമുള്ള കൃപ നാം ഏറ്റെടുക്കുന്നവരായി തീരണം. നമ്മെ അനേകർ പഴിച്ചെന്ന് വന്നേക്കാം, പകച്ചെന്ന് വന്നേക്കാം. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും തകർന്നു പോവുകയില്ല, ഉടഞ്ഞു പോവുകയില്ല. സ്തോത്രം, ദൈവം പണിതെടുത്ത് നമ്മെ ഹാലേലുയ അനേകർക്ക് പ്രയോജനമാക്കി തീർക്കും. അതിനായിട്ട് ആ ദൈവത്തിൻ്റെ കൈകളിൽ നമ്മെ സമർപ്പിക്കാം. സ്തോത്രം, ദൈവത്തോട് കൂടെ നമുക്ക് നടക്കാം, ദൈവസന്നിധി താണിരിക്കാം. ഹാലേലുയ. ഞാൻ ഹാലേലുയ പറഞ്ഞ വാക്കുകൾ അനേകരുടെ ജീവിതത്തിൽ അവർക്ക് അനുഗ്രഹമായി തീരട്ടെ. സ്തോത്രം, മരിച്ചവരെ പോലെ നമ്മെ മറന്നു കളയുന്ന അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ ഹാലേലുയ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് ഇടയായി തീരണം. അതുകൊണ്ട് ആ കർത്താവിനെ നമുക്ക് മുറുകെ പിടിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, അടിയങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. കർത്താവേ, ദാവീദിനെ പോലെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന കർത്താവെ വ്യക്തി ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് അവരെ സഹായിക്കണമേ, അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ഓരോ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം. സകല യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.